വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി കണ്ണകി ക്ഷേത്ര ഉത്സവത്തിൽ വേനൽ ചൂടിനെയും അവഗണിച്ച് പങ്കെടുക്കാനെത്തിയത് പതിനായിരങ്ങൾ. കേരള തമിഴ്നാട് സർക്കാരുകളുടെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടത്തിയത്. തുടർച്ചയായി രണ്ടാം വർഷവും കേരളവും തമിഴ്നാടും സംയുക്തമായി പൂജകൾ നടത്തിയെന്ന പ്രത്യേകതയും ഉത്സവത്തിനുണ്ട്. കുമളിയിൽ നിന്നും 14 കിലോമീറ്റർ നീണ്ട ഓഫ് റോഡ് യാത്രയിലൂടെയാണ് മംഗളാദേവിയിൽ എത്തിച്ചേരുക. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള 10,000-കണക്കിന് ഭക്തരുടെയും സഞ്ചാരികളുടെയും സാന്നിധ്യത്തിലായിരുന്നു കണ്ണകി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി മഹോത്സവം. മധുരാപുരി ചുട്ടതിനു ശേഷം കണ്ണകി ഇവിടെ എത്തി കുടിയിരുന്നു എന്നതാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. ഒരേ സമയം കേരളം തമിഴ്നാട് രീതിയിലുള്ള പൂജകൾ നടന്നു. അടുത്തടുത്ത 2 ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത്. ഇരുകോവിലുകളിലും വെളുപ്പിനെ 5 മണിയോടെ നട തുറന്ന് ആചാരചടങ്ങുകൾ ആരംഭിച്ചു. കേരളവും തമിഴ്നാടും സംയുക്തമായി നടത്തിയ ഉത്സവം മുൻ വർഷങ്ങളിലേതിലും മികച്ചതെന്ന് സൂര്യകാലടി സൂര്യൻ ഭട്ടതിരിപ്പാട് അഭിപ്രായപ്പെട്ടു. ഈ പ്രകൃതി തന്നെ അനുകൂലമല്ലാത്ത ഈ അവസ്ഥയിലും ഈ ഭക്തിയുടെ ഒരു പ്രഹർഷം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതും. ഈ വലിയൊരു ജനനിബിഡമായിട്ടുള്ള ഒരു ജനസഞ്ചയം അത് കാണുമ്പോൾ ഈ ദേവിയുടെ ഈ മഹത്വം നമുക്കാർക്കും വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവാച്യമായിട്ടുള്ള ഒരു വല്ലാത്ത ഒരു ദേവി സങ്കല്പമാണെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ മേൽനോട്ടത്തിലാണ് ഉത്സവ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. സ്നേഹത്തോടും സാഹോദര്യത്തോടും ഒന്നിച്ച് നിന്ന് എല്ലാവരും മംഗളാദേവിയുടെ അല്ലെങ്കിൽ കണ്ണകി ദേവിയുടെ മക്കൾ അല്ലെങ്കിൽ ഭക്തർ എന്ന ആ ഒരു കാഴ്ചപ്പാടോട് മാത്രം അല്ലെങ്കിൽ തമിഴൻ മലയാളി എന്നുള്ള വേർവ്യത്യാസമില്ലാതെ എല്ലാവരും അമ്മയുടെ മക്കൾ എന്ന ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഉത്സവത്തിൽ എല്ലാവരും സഹകരിച്ചു വരുന്നത്. ഇത്തവണ കഠിനമായ ചൂടും പൊടിയും ക്ഷേത്രത്തിലേക്ക് എത്തിയ ഭക്തരെ വലച്ചുവെങ്കിലും ഏവരും കണ്ണകിയെ കണ്ട് മടങ്ങി. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കണ്ണകി ദേവിയെ കണ്ട് മടങ്ങിയതിന്റെ സന്തോഷത്തിലാണ് ഭക്തർ. ഇനി അടുത്ത വർഷത്തെ മംഗളാദേവി ഉത്സവത്തിനായിട്ട് കാത്തിരിക്കാം. മംഗളാദേവി ക്ഷേത്രത്തിൽ നിന്നും ജെറിൻ പടിഞ്ഞാറക്കര, ഇടുക്കി വിഷൻ ന്യൂസ്.